എന്തേടേ ആനിയേ ആനിയേ എടി ഇവന്റെ ബുക്കിലെ ഇട്ടീന്ന് എഴുതണ ഫ്രാൻസിസ് എഴുതണ ആ ഈശോയെ, ഞങ്ങളുടെ മോന് പുതിയ സ്കൂളിൽ പോകുന്നു. അവൻ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കുന്നു. അവന് ബുദ്ധിയോടുകൂടി പഠിക്കാൻ പറ്റണമേ. അവൻ അങ്ങയുടെ നല്ല കുഞ്ഞായി വളരാൻ സഹായിക്കണമേ. മാലാഖമാരെ, മാതാവേ, എൻ്റെ കുഞ്ഞിനെ കൂട്ടായിരിക്കണമേ. ആമേൻ. അമ്മ സ്തുതി കാണിട്ടോടാ. അപ്പോ ഈ കാര്യം എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളെ അറിയിക്കുക. അതായത് നമ്മള് കുടുംബശ്രീ അംഗങ്ങൾ ഇതിന്റെ ഭാഗമാകുക. എല്ലാവരും ഹരിതകർമ്മ സേനയില് ഭാഗമാകുക. പുതിയതായി സ്കൂളിൽ പോകുന്ന ഫെൽക്കൺ കുടുംബശ്രീയിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ആശംസകൾ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈനിങ് ബ്ലൗസ് എങ്ങനെ തയ്ക്കാം, കട്ട് ചെയ്ത് തയ്ക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈനിങ് ബ്ലൗസ് എങ്ങനെ തയ്ക്കാം ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എന്നാ ചോറ് ഉയ്യോ ബെല്ലടിച്ചാൻ പോണേന്. അപ്പനൊരു ഉമ്മ എന്നു പോടാ. നിങ്ങളുടെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? ചില്ലറ കാണും. അമ്മയുടെ ഷുഗറിന്റെ കട തീർന്നിരിക്കണം, അത് വാങ്ങണമല്ലോ. എൻ്റെ കയ്യില് കുടുംബശ്രീ അടയ്ക്കാനുള്ള പൈസ ഇരിപ്പുണ്ട്, ആദ്യം തരാം. കണ്ട ഇത് കണ്ട കൊണ്ടുപോയി അങ്ങനത്തെ തിരിച്ചുകൊണ്ടിട്ടുണ്ട്. എന്താണ് ഈ പഠിക്കുന്നത്? സിദ്ധിർ ഭവതു മേ സദാ സരസ്വതി എന്താണ് ഈ പഠിക്കുന്നത്? എന്താണത്? ഇന്ന് വൈകി ചെന്നുകൊണ്ട് ടീച്ചർ പഠിച്ചോണ്ട് പോയി ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ വൈകി എത്തിയേ? അതിന് നീ മന്ത്രമൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? അത് മന്ത്രമൊന്നായിരിക്കില്ല, വല്ല സംസ്കൃതമാവുള്ളൂ. നമ്മൾ പഠിച്ച കാലമല്ല, പിള്ളേർക്ക് പഠിച്ച അർത്ഥം മനസ്സിലാക്കി പഠിക്കണോട്ടാ. സരസ്വതി നമസ്തുഭ്യം വരദേ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരേഷാമി സിദ്ധിർഭവതു മേ സദാ.
നോക്കിയാടാ. ആ ഇന്ന് തേങ്ങാ ചമ്മന്തിയാണോ? ആ അതെ, നിങ്ങൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. ഒന്ന് ചെന്ന് നോക്കിയാടാ ഏട്ടി. അമ്മ എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. ചതയത്തിനെ ബ്ലൗസ് തയ്ക്കാനാണ് അമ്മോട് പറഞ്ഞു. അമ്മ ബ്ലൗസ് തയ്ക്കാനാണെന്ന്. ആ ആ അതേണ്ടോ ചേച്ചി. ഞാനും വിളിച്ചോ. തുണി വീടുന്നുണ്ടേ. ആ ദേ പട്ടിക്ക് വിട്ടുമുട്ടി പിടിക്കണം കേട്ടോ. ചേച്ചി ബുധനാഴ്ച ചതയത്തിന് ഇടാനുള്ള 6 അടിമോളെ എല്ലാവരും ഇവിടെ തന്നെ വന്നേക്കണേ. നീ ഇന്നാളെ നാളെ വിരിപ്പുണ്ട്, അത് മതിയാ? പക്ഷെ ആ ഫാഷൻ വേണ്ട കേട്ടോ. അപ്പൊ സാധാ പോലെ മതിയാ? ആ കാരണവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലായി. പിന്നെ എല്ലാവരും കൂടെ ചൊവ്വാഴ്ച വൈകിട്ട് തരാട്ടാ. മൈക്രോ ഓടുമ്പോ പറഞ്ഞേക്ക്. ശരി. നീ എന്താ ഇവിടെ നിൽക്കണത്? ചോറിൽ മുട്ട ഉണ്ടെന്നതിന് ടീച്ചർ പുറത്ത് നിർത്തിയേക്കാണ്. അപ്പൊ നീ ഒന്നും തിന്നില്ലേ? ഇല്ല, ടീച്ചർ ചോറ് കൂട്ടിക്കളഞ്ഞു. വെള്ളം ഏറ്റം കൊണ്ട് എടുക്കണം. പിന്നെ അങ്ങനെ ഇരട്ടണവും വെള്ളം ഇറക്കി കിടക്കി വരുമ്പോ ഒരു പറയട്ടെ മുഴുവൻ വാരി കൊടുക്കും തിന്നിട്ടെ. എന്താണ് മുട്ട ഓർത്താണോ? തേങ്ങ ചമ്മന്തി വെള്ളം എന്തായാലും അവളുടെ പാ തോന്നും. അടിപൊളി. അപ്പൊ നിനക്ക് ഇവിടെ മുട്ട കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു? ഇല്ല ചേച്ചി, എനിക്കറിയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടെന്നേ. പിന്നെ അങ്ങനെ എന്നെ പുറത്തിറക്കണത്? കണ്ടാ മുട്ട വാർത്തോലിരിക്കും, അതിനായിരിക്കും. ആനി നിന്റെ അടുത്ത് പിള്ളേരെ ഓർമ്മിക്കാൻ പറഞ്ഞാ പാട്ടാ. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഞാൻ നിങ്ങൾ കൈരടിക്ക് കൂത്തൂടാ. നിങ്ങൾ പറഞ്ഞില്ലേ മറന്നു പോകുന്നത്. ആടി മറന്നാടി രാത്രി എല്ലാവർക്കും കൂടി ഇട്ടിരിക്കാം. ഫ്യൂസ് വരാൻ ആള് കൊണ്ട് ഒറ്റയ്ക്കൊണ്ട് അടക്കി. നീ എനിക്കത് പറ്റൊന്നുമില്ല. നീ കൊണ്ട് അടയ്ക്കാം. എന്തെങ്കിലും കാണിച്ചിട്ട് മുട്ടയാണോ? ആണെങ്കിൽ മുട്ടയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ആന്താ ടീച്ചർ ഉൾക്കൂറി. ആയിനിവിടെ അച്ചാറുള്ളൂ. പേടി പാല് കഴിച്ചുകൊണ്ട് നോക്കടി. എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടണത്? നശിപ്പിക്കാനുള്ളത് അവനുറങ്ങിയടി. ഇട്ടിട്ട് സ്കൂളിൽ മുട്ടയിറച്ചിയൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറയണേ. ഈ ചെക്കനാണെങ്കിൽ ഇറച്ചി മീനുകൊണ്ട് തിന്നേയില്ല. നീ അതിന് വലിയ വർത്താനൊന്നും പറയണ്ട. അവന് വല്ല പച്ചക്കറിയും കൊടുത്തോളൂ. നിങ്ങളോട് ഇറച്ചി മീൻ ഞാൻ പിന്നെ ആർക്ക് കൊടുക്കും? നമ്മളെന്തിനു എന്ത് വർത്താനാണ് പറയണത്?
വലിക്കണേടാ ലോയ് എടുത്തൊരു കറി തരുമോ? ഇച്ചിരി എടുത്താൽ മതി. അടിപൊളിയാണല്ലോ. എൻ്റെ അമ്മ ഉണ്ടാക്കിയതാ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്വാദിഷ്ടമായ ബീഫ് എങ്ങനെ സോയാബീൻ കറി പോലെ ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. വെൽക്കം ടു ചെറായി ടേസ്റ്റി കിച്ചൺ. എല്ലാവർക്കും സ്വാഗതം. ഈ ഡിഷ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. അത് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഐറ്റമാണ്. ഒറ്റ കാഴ്ചയിൽ സോയാബീനായിട്ടേ തോന്നുള്ളൂ. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബീഫ് വേവിക്കുക എന്നുള്ളതാണ്. ബീഫ് ആദ്യം ചെറിയ ഉരുളകളായിട്ട് മുറിച്ചെടുക്കണം, സോയാബീൻ പോലെ. എന്നിട്ട് 3-4 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ബ്ലൗസ് സൂപ്പറാണ്ടോ? ആര് തയ്ച്ചേ? നല്ല മോഡലൊക്കെ ആയിട്ട് തയ്ക്കുമല്ലേ? ഞാൻ തയ്ച്ചിട്ട് കുഴപ്പമില്ല. അങ്ങനെയാണ്.